ഭക്തൻ്റെ ഭക്ഷണം നമ്മുടെ ഇന്നത്തെ വിഷയം. ഭക്തിയും ഭക്ഷണവും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. ക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴെല്ലാം ഭക്ഷണ കാര്യത്തിൽ നമ്മളെല്ലാം വളരെയധികം ശുദ്ധി പാലിക്കാറുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും അന്നത്തെ ദിവസം നമ്മൾ അറ്റൻഷൻ വയ്ക്കും. മത്സ്യമാംസങ്ങളൊന്നും കഴിച്ചിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യാറില്ല. കുറച്ച് ദൂരത്തേക്കുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്കുള്ള ദർശനം, തീർത്ഥാടനമാണെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം ഭക്ഷണത്തിൽ വ്രതശുദ്ധി അനുഷ്ഠിച്ചിട്ടേ നമ്മൾ പോവാറുള്ളൂ. പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടന വേളയിൽ മിനിമം 41 ദിവസമെങ്കിലും ഭക്ഷണശുദ്ധി പാലിച്ചിട്ടേ ദർശനത്തിന് പോകാറുള്ളൂ. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ശുദ്ധി നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയും നമുക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടണ ശക്തിയും തമ്മിലുള്ള കണക്ഷനാണ്. ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പറയാറില്ലേ, പാത്രമറിഞ്ഞ് ദാനം കൊടുക്കാറില്ല. ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്, അത് സൂര്യനാണ്. പക്ഷെ സൂര്യൻ്റെ പ്രകാശം ഈ സമസ്ത വിശ്വത്തിലേക്ക് വരുന്നുവെങ്കിലും അതിൽ നിന്ന് ചിലർ സോളാർ എനർജി ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട്, കുക്കിങ്ങിനും കറണ്ടിനുമെല്ലാം. സൂര്യപ്രകാശം കടലിൽ വെള്ളത്തെ നീരാവിയാക്കി നമുക്ക് മഴ പെയ്ച്ചു തരുന്നു. സൂര്യപ്രകാശം കൊണ്ട് എന്തെല്ലാമാണ് ചെയ്യണം. പരമാത്മശക്തികളെ നമുക്കെല്ലാവർക്കും, ഈ മുഴുവൻ വിശ്വത്തിൻ്റെ നാഥനാണ് പരമാത്മ. സൂര്യനിൽ ഇത്രയും പവർ ഉണ്ടെങ്കിൽ ആലോചിക്കണം, പരമ്പൊരുൾ പരമേശ്വരൻ സർവശക്തിവാൻ, പ്രകൃതിപതി എന്നല്ലേ നമ്മൾ പറയണേ. പ്രകൃതിയുടെയും കൂടെ പതി, 5 തത്വങ്ങളുടെയും കൂടി. അപ്പൊ പ്രകൃതിപതി പരമേശ്വരനിലെ അപരമപാര ശക്തികളെ നമുക്ക് സ്വീകരിക്കാൻ, പവർ ഹൗസിൽ നിന്ന് നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാത്രം എങ്ങനെ യോഗ്യമായിരിക്കണം, ആ യോഗ്യത തയ്യാറെടുക്കലാണ് നമ്മൾ. അതിലൊരു ഘടകമാണ് ഭക്ഷണശുദ്ധി. ഭഗവാനിൽ നിന്ന് കിട്ടുന്നത് അതൊരു സൈഡിലിരിക്കട്ടെ, അതൊരു വിഷയം. അല്ലെങ്കിൽ തന്നെ ജനറലി നിങ്ങളെല്ലാം ആലോചിച്ചു നോക്കൂ, നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാ കഴിക്കണേ? എന്തിനാ ഭക്ഷണം? എന്തിനാണ്? ഊർജത്തിന്. നമുക്ക് പ്രവർത്തന ഊർജം വേണം, കർമ്മം ചെയ്യാനുള്ള കരുത്ത് വേണം, അല്ലേ? ആ ശക്തിക്കാണ്, ഊർജത്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതിനെയാണല്ലോ വൈറ്റൽ എനർജി എന്ന് പറയാം. അപ്പോൾ ഊർജത്തിനാണ് ഭക്ഷണമെങ്കിൽ ഊർജമടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഊർജത്തിനാണ് കഴിക്കുന്നതെങ്കിൽ ഊർജമടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഊർജത്തിൻ്റെ പരമമായ സ്രോതസ് സൂര്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 5 തത്വങ്ങളാണ്. ഭൂമി അല്ലേ, ജലം, വായു, അഗ്നി, ആകാശം. 5 തത്വങ്ങളും ഊർജ സ്രോതസ്സുകളാണ്. അതിൽ പരമമായ സ്രോതസ്സാണ് സൂര്യൻ. സൗരോർജത്തെ അല്ലെ അതേപടി സ്വീകരിച്ച് നമുക്ക് നൽകുന്ന ജോലിയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ഈ 5 തത്വങ്ങളിലൂടെയും പ്രോസസ്സിങ് നടക്കുകയാണ്. തത്വങ്ങൾ 5ഉം ചേർന്ന് ഒരു ഫാക്ടറിക്കുള്ളിൽ നിന്ന്
നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരുന്നത് പോലെ 5 തത്വങ്ങളും ചേർന്ന് ഉണ്ടാക്കി തരുന്ന പ്രോഡക്റ്റുകളാണ് ഈ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന മണ്ണിൻ്റെ മുകളിലും മണ്ണിനടിയിലും വിളഞ്ഞ് 5 തത്വങ്ങളും ചേർന്ന് സമ്പൂർണ്ണ ഊർജം നമുക്ക് ഡയറക്റ്റ് പ്രദാനം ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് പോലെ ഫാക്ടറി പ്രൊഡക്ഷൻ, ഫാക്ടറി പ്രൊഡക്റ്റ് ഡയറക്റ്റ്. അതാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടണ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം. അതിൽ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, മണ്ണിന് മുകളിൽ വിളയുന്നതിൽ ഊർജം ഡയറക്റ്റ് സംഭരണമാണ്. അപ്പം അത് കൂടുതൽ നമുക്ക് ഊർജം തരും. അതുകൊണ്ടാണ് മണ്ണിന് മുകളിൽ വിളയുന്ന ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതൽ കഴിക്കാൻ പറയണം. മണ്ണിനടിയിൽ വിളയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കുറച്ചുകൂടെ കുറവാണ് അല്ലേ. അപ്പം പ്രകൃതിയാകുന്ന മാതാവ് 5 തത്വങ്ങളും ചേർന്ന് ഇത്ര ഊർജം നിറഞ്ഞ സാധനം നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുക്കലാണ് ആയിരിക്കണം ഭക്ഷണം എന്ന് പറയുന്നത്. എല്ലാത്തിനും ചോയ്സ് ഉണ്ടല്ലോ, നമുക്ക് ചൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കേ ഉള്ളൂ എന്ത് കഴിക്കണം. അതുകൊണ്ട് ഊർജത്തിനാണ് കഴിക്കുന്നതെങ്കിൽ ബുദ്ധിപരമായി ചൂസ് ചെയ്ത് പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും ഊർജമടങ്ങിയ ഭക്ഷണം കഴിക്കുക. എന്നാൽ ചോദിക്കും, നാവിന് ടേസ്റ്റ് വേണ്ടേ, രുചി വേണ്ടേ? നമ്മൾ രുചിക്കും കൂടിയല്ലേ കഴിക്കണേ. രുചിക്ക് മാത്രം കഴിക്കുന്നവരോട് ഒന്നും പറയാനില്ല. അവരവർ തീരുമാനിച്ചുള്ള എന്ത് കഴിക്കണമെന്ന്. നമ്മൾ ഭക്ഷണം പറയാറുണ്ടല്ലോ, സദു രജു തമോ. സാത്വിക ഭക്ഷണം, സമർപ്പിത ഭക്ഷണം. അതൊരു അമ്പലത്തിൽ നിന്ന് നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കി നമ്മൾ കഴിക്കുക, അപ്പം പായസം എന്ന് പറയും. അതേ പായസം ക്ഷേത്രത്തിലുണ്ടാക്കി തന്നാൽ നമ്മളതിനെ പ്രസാദമെന്ന് പറയും അല്ലേ. എന്താ വ്യത്യാസം? വീട്ടിൽ പായസം കുടിച്ചു എന്നേ പറയില്ല, പ്രസാദം കഴിച്ചു എന്ന് പറയില്ല. അപ്പം ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം, അതാണ് നമുക്ക് പ്രസാദം തന്ന് ഒരു കൾച്ചർ. ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ കഴിക്കണം, അതിനൊരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കി തരികയാണ് പ്രസാദം. ക്ഷേത്രത്തിൽ ഉണ്ടാക്കി നൈവേദ്യം വെച്ച് നമുക്ക് പ്രസാദ വിതരണം ചെയ്യുന്നതിലൂടെ. ഏത് കൾച്ചർ? പ്രസാദമായിട്ട് നിങ്ങൾ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അപ്പം ജീവിതം എന്താകും? പ്രസാദമുള്ളതായിട്ട് മാറും, സന്തോഷം നിറഞ്ഞതാകും. ഊർജവും കിട്ടും, സന്തോഷവും കിട്ടും. അപ്പം പ്രകൃതിദത്തമായ സാധനങ്ങളെ, മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും നമ്മൾ ശേഖരിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന 3 നേരത്തെ ഭക്ഷണവും പ്രസാദാക്കാം. എങ്ങനെ? ഒന്ന്, അത് സാത്വികമായിരിക്കണം. സാത്വിക സാധനങ്ങൾ ഉപയോഗിക്കുക. സാത്വികമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണ സാധനങ്ങൾ നമ്മളൊന്ന് സാത്വികമായി നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധനവും സാത്വിക ധനമായിരിക്കണം, ശുദ്ധമായ ധനം. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ധനത്തിൽ ആരുടെയും വിഷമവും വേദനയും കഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാവരുത്. ആരെയും കഷ്ടപ്പെടുത്തിയും പറ്റിച്ചും അല്ലേ ചതിച്ചുമുള്ള അനർഹമായ ധനം, വഴിവിട്ട മാർഗത്തിലൂടെ ധനം വീട്ടിലേക്ക് വരരുത്. ആ ധനം കൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൽ സാത്വികത ഉണ്ടാവില്ല, ശക്തി ഉണ്ടാവില്ല. ആ ദുഃഖവും ദുരിതവും വേദനകളും ആ ഭക്ഷണത്തിൽ കലരും. രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഭോജനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീടും പരിസരവും ആദ്യം ക്ഷേത്രം പോലെ വൃത്തിയുള്ളതായിരിക്കും. ക്ലീൻ, ക്ലിയർ.
അടുക്കള പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്ന, നമ്മൾ പാകം ചെയ്യുന്ന സ്റ്റൗ ഉൾപ്പെടെ വൃത്തിയുള്ളതായിരിക്കും. പാത്രം മാത്രം പോരാ, സ്റ്റൗ ഉൾപ്പെടെ വൃത്തിയാക്കി വയ്ക്കുക. എവിടെ ശുദ്ധിയുണ്ടോ അവിടെ സാത്വികമായ ഊർജം ഉണ്ടാകും. എനർജിയാണല്ലോ എല്ലാം. പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം. അതിലാദ്യം വേണ്ടത് ക്ലീൻനെസ് ആണ്. അതുകൊണ്ടാണ് ശബരിമല തീർത്ഥാടന സമയത്ത് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ ആരും അടുക്കളയിൽ കയറില്ലല്ലോ. എന്താ കാരണം? നമ്മൾ വീടും പരിസരവും വൃത്തിയായിരിക്കണം. നമ്മൾ കുക്ക് ചെയ്യുന്നവർ, ഭക്ഷണം പാകം ചെയ്യുന്നവർ, രാത്രി കിടന്നുറങ്ങുകയല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചാൽ തന്നെ ഫ്രഷ് ആക്കും. അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കുളിച്ച് തലേ ദിവസത്തെ ഡ്രസ്സ് മാറ്റി, അഴുക്ക് പിടിച്ച് കിടന്നുറങ്ങിയ ഡ്രസ്സ് മാറ്റി ഫ്രഷായിട്ട് പോവുക. അത് അമ്പലത്തിൽ പോണ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ ദിനചര്യ അങ്ങനെ ആയിരിക്കണം. ആ ഫ്രഷ്നെസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് വിശേഷ വ്രതകാലങ്ങളിൽ ഒരു സാമ്പിൾ കാണിച്ചു തരികയാണ്. ആ സാമ്പിളിൻ്റെ സുഖം എടുത്തിട്ട് നമ്മൾ ദിവസവും അങ്ങനെയുള്ള ഒരു ജീവിതചര്യയിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് വിശേഷ സന്ദർഭങ്ങളിൽ അങ്ങനെയൊരു വ്രതനിഷ്ഠമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മളെ പൂർവികർ നയിച്ചത്. ഇനി അടുക്കളയിൽ കയറിയതിന് ശേഷം നമ്മൾ നമ്മുടെ ശരീരവും വൃത്തി ഉണ്ടാക്കണം, ശുദ്ധി ഉണ്ടാക്കണം, വസ്ത്രവും മനസ്സും ഓരോ വിചാരവും. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എങ്ങനെ പാകം ചെയ്യണം? പ്രഭുവിന് സമർപ്പിച്ചുകൊണ്ടുണ്ടാക്കുക. അതിനെയാണ് നിവേദ്യം, പ്രസാദം എന്ന് പറയണം. അപ്പം നമുക്ക് 3 നേരവും പ്രസാദാക്കാൻ എന്ത് ചെയ്താൽ മതി? ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭഗവാന്റെ സ്മൃതിയിലുണ്ടാക്കുക, ഈശ്വരനായിട്ടുണ്ടാക്കുക. ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധവും വരരുത്, അഹങ്കാരവും വരണ്ട. അയ്യോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പണിയാണല്ലോ, അടുക്കള പണിയാണല്ലോ. ആ വിചാരത്തോടെ ഉണ്ടാക്കിയ ആ വിഷമങ്ങൾ ആ ഭക്ഷണത്തിൽ നിറയും. ഊർജമാണല്ലോ, നമ്മുടെ ഓരോ വിചാരവും ഊർജമാണ്. നമ്മുടെ മനസ്സിൽ വിഷമാണെങ്കിൽ അത് ഭക്ഷണത്തിൽ കലരും, ദേഷ്യമാണെങ്കിൽ അത് കലരും, അസ്വസ്ഥതയാണെങ്കിൽ അത് കലരും, മനസ്സിൽ ഭാരമാണെങ്കിൽ അത് കലരും. അതുകൊണ്ട് മനസ്സ് അസ്വസ്ഥാണെങ്കിൽ ദയവേത് ഭക്ഷണം ഉണ്ടാക്കണ്ട. ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കും. കുക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സ് മൂഡ് ഓഫ് ആണെങ്കിൽ. പക്ഷെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യണേ. കാരണം നമ്മൾ ഒരാൾ ഉണ്ടാക്കുന്നത് കഴിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരുമാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വിഷചിന്തകൾ, വിഷമചിന്തകൾ, അസ്വസ്ഥ ചിന്തകൾ ആഹാരത്തെ വിഷമയമാക്കി മാറ്റും. ഭക്ഷണത്തിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ ഭക്ഷണം സാത്വികമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ മനസ്സ്, വിചാരങ്ങൾ സാത്വികമാക്കി ഭഗവാന് സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഞാനെന്ന ഭാവത്തെ സമർപ്പിച്ച് ഞാനൊരു ആത്മാവാണെന്ന ബോധത്തിൽ പരമാത്മസ്മൃതിയിൽ ഉണ്ടാക്കുക. ഇത് സർവശക്തിവാനുള്ള പ്രസാദമാണ്. ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് നിന്നുണ്ടാക്കുക മനസ്സാ. അല്ലെങ്കിൽ അടുക്കളയിൽ നല്ല എന്തെങ്കിലും ഭക്തി പാട്ടുകൾ, നല്ല മ്യൂസിക്, ഈശ്വരൻ്റെ സ്മൃതി ഉണർത്താൻ പറ്റുന്ന നല്ല അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആഹാരം ഉണ്ടാക്കുക. അപ്പം മനസ്സലയില്ല. പിന്നെ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ സമർപ്പിക്കുക ഭക്ഷണത്തിൽ. ഭഗവാൻ ഇത് കഴിക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിന് ശാന്തി ഉണ്ടാകട്ടെ, എല്ലാവരുടെയും മനസ്സിൽ ശക്തി നിറയട്ടെ, എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, രോഗങ്ങളെല്ലാം വേഗം മാറട്ടെ. നല്ല വിചാരങ്ങളെ ഇവിടുന്ന് സമർപ്പിക്കുക. അതാണ് പൊടിയിടേണ്ടത്. നമ്മൾ ഷെൽഫിൽ നിന്ന് ബാക്കി പൊടികളൊക്കെ എടുത്തിട്ടില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ടേസ്റ്റിന് വേണ്ടി.
നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ മനസ്സിന് ടേസ്റ്റ് ഉള്ളതാക്കാൻ. മനസ്സിന് ടേസ്റ്റ് എന്താണ്? സുഖം, ശാന്തി, സന്തോഷം, ശക്തി, ആനന്ദം. ആ ടേസ്റ്റ് വരണമെങ്കിൽ ഇവിടുന്ന് ആ പൊടിയിടണം. സ്നേഹത്തോടെ ഉണ്ടാക്കിയ ആ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കും. ശാന്തിയോടുകൂടി ഉണ്ടാക്കിയ ആ പൊടിയിട്ടുണ്ടാക്കിയ നമ്മുടെ ഉള്ളിൽ ശാന്തിയുടെ സംസ്കാരം വർദ്ധിക്കും. അപ്പം ആരൊക്കെയാണോ നമ്മൾ ആ ഭക്ഷണം വിതരണം ചെയ്യുന്നത്, മറ്റു പൊടികളിടുന്നത് നമുക്ക് അതിനോടൊപ്പം എന്ത് ചെയ്യുക? ഈ പൊടികളിടാം. സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ എന്താകും? നമ്മൾ പണ്ട് പറയില്ലേ, എൻ്റെ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കിയത്, എൻ്റെ ഭാര്യ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണം, അത് കഞ്ഞിയായാലും ചമ്മന്തി ആയാലും അതിന് രുചിയേറും. കാരണം അതിലെന്തുണ്ട്? അതിൽ വേറെ മസാലയൊന്നും ഇല്ലെങ്കിലും അതിൽ സ്നേഹം എന്ന് പറയുന്ന സർവശ്രേഷ്ഠമായ സാത്വിക മസാലയുണ്ട്. അതാണ് അതിൽ രുചി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക്, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഞാൻ പ്രസാദം ഉണ്ടാക്കിയ സന്തോഷവും ശക്തിയും നമുക്ക് സ്വയം ഫീൽ ചെയ്യും. അടുക്കള പണിയെടുത്തു എന്ന് തോന്നില്ല. ഭഗവാന് പ്രസാദം ഉണ്ടാക്കുകയാണ്. ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഭഗവാൻ നമ്മൾ മക്കളോട് പറയണ, മക്കളെ നിങ്ങൾ പ്രഭു പ്രസാദം ഉണ്ടാക്കും. സ്വയം ഭഗവാന് വേണ്ടി ഉണ്ടാക്കും. ഭഗവാന്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന സ്മൃതിയോടെ ഉണ്ടാക്കും. ഉണ്ടാക്കിയ ഭക്ഷണം ഭഗവാന് സമർപ്പിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. മനസ്സ ഈശ്വരന് സമർപ്പിക്കും. കഴിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ വിളമ്പി കൊടുക്കുമ്പോൾ ഭഗവാന്റെ മക്കൾക്കുള്ള പ്രസാദമാണ്. ഇത് ഞാനുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുകയാണെന്നല്ല, ഭഗവാന്റെ പ്രസാദം കൊടുക്കാൻ. ഭഗവാന്റെ മക്കൾക്ക് കഴിക്കുന്നവരുടെ കയ്യിൽ പ്ലേറ്റ് എത്തിക്കഴിഞ്ഞാൽ 3 നേരവും കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും കഴിക്കുന്നതിന് മുമ്പ് കുടിക്കുന്നതിന് മുമ്പ് 1 നിമിഷ നേരം ആ കുടിക്കുന്ന ആഹാരം, അതൊരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അതിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ച് ഈശ്വരനെ ഓർമ്മിച്ച്, ഇത് ഭഗവാൻ എനിക്ക് നൽകുന്ന പ്രസാദമാണ്, പ്രഭു പ്രസാദമാണ്, ഇത് കഴിക്കുമ്പോൾ എനിക്ക് ശക്തി ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും, കരുത്തുണ്ടാകും. ഈ പ്രസാദം തന്നതിന് അന്നദാതാവിന് നന്ദി. ഉണ്ടാക്കിത്തന്ന എല്ലാവർക്കും നന്ദി. ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലെത്തിയോ, ആയിരക്കണക്കിന് ആൾക്കാരുടെ കൈകളിലൂടെയാണ് ഈ ആഹാര സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വന്നത്. എല്ലാം ആഹാര സാധനം മാത്രമല്ല, അത് കുക്ക് ചെയ്യുന്ന ഗ്യാസ് ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരുടെ അധ്വാനമാണ്. എല്ലാവർക്കും നന്ദി. എനിക്ക് കഴിക്കാൻ കിട്ടിയതുപോലെ ഈ സമസ്ത പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടട്ടെ. എല്ലാവർക്കും സമാധാനത്തോടെ കഴിക്കാൻ പറ്റട്ടെ. നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കുക. ഒരു നിമിഷ നേരം സർവശക്തിവാൻ ആ പരമ്പൊരുൾ, പരം ജ്യോതിയെ, പരമപ്രകാശം, ഭഗവാന്റെ പരമപ്രകാശം ആ ഭക്ഷണത്തിലേക്ക് നിറയുന്നത് മനസ്സിൽ കാണാം. പ്രഭു തൻ്റെ പ്രസാദം ഇതിൽ മിക്സ് ചെയ്യാണ്. ഈശ്വര ചൈതന്യം ഒരു നിമിഷ നേരം ഈശ്വര ചൈതന്യത്തെ ആ ആഹാരത്തിലേക്ക്, കുടിക്കുന്ന വെള്ളമാണെങ്കിൽ 1 സെക്കൻഡെങ്കിലും ഭഗവാന്റെ കിരണങ്ങൾ അതിൽ നിറയുന്നത്, ആ പ്രഭുപ്രസാദമാണ് ഞാൻ കഴിക്കുന്നത്, കുടിക്കുന്നത്. ഈ സ്മൃതിയോടെ സ്വീകരിക്കുക. ഭഗവാന്റെ ഓർമ്മയിൽ കഴിക്കുക. കഴിക്കുമ്പോൾ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് അല്ല നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടും കേട്ടും കഴിച്ചാൽ നമുക്ക് ഈ ഭക്ഷണം ശരിയായിട്ട് നമ്മുടെ ഉള്ളിൽ പോവില്ല. കാരണം ഒന്നുണ്ടല്ലോ, അത് ചവച്ചരച്ച് കഴിക്കണം. അതും ഇതും കണ്ടുകൊണ്ട് കഴിച്ചാൽ കാണുന്നതിൻ്റെ കേൾക്കുന്നതിൻ്റെ ഫീലിങ്സ് മനസ്സിൽ വരും. അത് സീരിയലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിടിയുടെ ദുഃഖത്തിൻ്റെ സീനാണെങ്കിൽ വീണ്ടും നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാകും. അത് ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സാകും. നമ്മൾ മുതിർന്നവരങ്ങനെ
കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടും അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലിരുന്നും ഫോൺ നീക്കിക്കൊണ്ടും ടി വി കണ്ടുകൊണ്ടും കഴിച്ച മക്കളുടെ ഉള്ളിലും ആ സംസ്കാരം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് കഴിക്കുന്ന അല്ല ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ ഭക്ഷണത്തിൻ്റെ മുന്നിൽ, ആ സമയത്ത് നമ്മളും ഈശ്വരനും പ്രഭു പ്രസാദം സന്തോഷത്തോടെ നമ്മുടെ കൂടെ ടേബിളിൽ നമ്മുടെ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും കഴിയുന്നതും മൗനത്തിൽ കഴിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ക്ലാസ്. കാരണം മൗനമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വായിൽ ചവച്ചരച്ച് കഴിക്കാൻ പറ്റും. വായിൽ വെച്ച് തന്നെ പകുതി ദഹനം തീരണം, ബാക്കി ഈ ഉദരത്തിന് പണിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ദഹനം ഇവിടെ നടക്കേണ്ടത് കുറയും. അപ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ഇത് കൂടുതൽ പണിയെടുക്കേണ്ടി വന്നാൽ അതിൻ്റെ ഡ്യൂറേഷൻ അല്ലേ, കാലാവധി കുറയും, കപ്പാസിറ്റി കുറയും. ഈ രീതിയിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയും കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് ഒരു സമർപ്പിത മനോഭാവത്തോടു കൂടിയാകുമ്പോൾ അത് സാത്വിക ഭക്ഷണമായിട്ട് മാറും. ആ സമർപ്പിത ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സാത്വികതയും ഒരു ഊർജവും ഒരു ശക്തിയും ഒരു നിരഹങ്കാരിതയും എപ്പോഴും ഉണ്ടാകും. നമുക്ക് മേലൊരു ബോസ് ഉണ്ട്, ആളാണ് തരുന്നത്, അല്ല ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ അധ്വാനിച്ചു, ഞാൻ കഴിക്കണു, ഞാനാ നിങ്ങളെ എല്ലാം കഴിപ്പിക്കണേ, ഇത്തരത്തിലുള്ള അഹംഭാവം എല്ലാം നമ്മുടെ മാറും. ഭക്ഷണമാണ് നമ്മുടെ മനസ്സും ശരീരവുമായി മാറുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. ഭക്ഷണവും മനസ്സും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കഴിക്കും. മനസ്സ് മൂഡ് ഓഫ് ആണെങ്കിൽ ചില ദിവസം ആദ്യം നമ്മൾ ഭക്ഷണമാണ് ഒഴിവാക്കണം. അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സും നമ്മുടെ ഭക്ഷണവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്. ഈ മനസ്സുകൊണ്ടാണ് നമുക്ക് സർവശക്തിവാനെ ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭക്തി വേളയിലെ സാധകന് ഭക്തന് മെഡിറ്റേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഭക്ഷണത്തിലെ സാത്വികതയും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കോളും. ഈ ചിലർ പറയും, ഓ ഈ ഭൂമിയിൽ ഈ ജീവജാലങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ലേ, മനുഷ്യന് വേണ്ടിയിട്ടല്ലേ, പിന്നെ ഇതിനെയൊക്കെ നമ്മൾ ഭക്ഷിക്കാതിരുന്ന നമ്മൾ മനുഷ്യർ ഈ സൃഷ്ടിയിലുള്ള എല്ലാറ്റിൻ്റെയും അല്ലേ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അർത്ഥം അതിനെയൊന്നും തല്ലിക്കൊന്ന് കഴിക്കാനുള്ള അധികാരമല്ല, അവയെല്ലാം സംരക്ഷിക്കാനുള്ള അധികാരം നമുക്ക് തന്നിരിക്കണം. വീട്ടിലിരുന്നൊരു ഗൃഹനാഥനാണ്, നിങ്ങൾക്കതിനുള്ള അധികാരം. കുടുംബത്തിൽ ഗൃഹനാഥയുടെ ഉണ്ട്. അർത്ഥം എന്താ? വീട്ടിലുള്ള എല്ലാവരെയും തല്ലാനും കൊല്ലാനും ഉള്ള അധികാരമാണോ? അല്ല. അവരെ രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ അതിനുള്ള പവറാണ് നമുക്ക് തന്നിരിക്കണം. അവയെ പരിപാലിക്കാനാണ്. ചിലർ പറയും, മനുഷ്യൻ മിശ്രഭുക്ക്, അതുകൊണ്ട് നമുക്ക് എല്ലാം കഴിക്കാം. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പറയുന്ന മത്സ്യമാംസങ്ങൾ ഏതെങ്കിലും സാധനം നമുക്ക് മനുഷ്യന് പച്ചയായിട്ട് കഴിക്കാൻ പറ്റുമോ? അതേസമയം പച്ചക്കറികളും മറ്റു സാധനങ്ങളും നമുക്ക് പച്ചയായിട്ടും കഴിക്കാൻ പറ്റുമല്ലോ. മൃഗങ്ങൾക്ക് മറ്റേത് മാംസമെല്ലാം അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും, പക്ഷെ നമുക്കങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഭക്ഷണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, അവരവരുടെ ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കലാണ്. ഇതിലൊന്നും ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം, ഇതൊന്നും ആരുടെയും നിർബന്ധമൊന്നുമല്ല. പക്ഷേ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ബുദ്ധിപരമായി ഏറ്റവും നല്ല തിരഞ്ഞെടുക്കലുകൾ ജീവിതത്തിൽ ചെയ്യുക. തീർത്ഥാടന സമയത്ത് നോക്കൂ, പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വീടുകളിൽ തീർത്ഥാടനത്തിൽ പോകുന്ന ഭക്തൻ സ്വയം കുക്ക് ചെയ്യും. എന്നിട്ടല്ലേ ഭഗവാന് സമർപ്പിച്ചിട്ട് എല്ലാവരും ചേർന്ന് ഭജന പാടി സമർപ്പിച്ചിട്ടേ കഴിക്കുള്ളൂ അല്ലേ. അപ്പം എത്രത്തോളം കഴിയുമോ നമ്മൾ വീടുകളിൽ ആ ഒരു കൾച്ചർ ഭക്ഷണത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി സ്നേഹത്തോടുണ്ടാക്കുക, സ്നേഹത്തോടെ വിതരണം ചെയ്യുക,
സ്നേഹത്തോടെ കഴിക്കുക. അതിൽ തന്നെ ആ കുടുംബ അന്തരീക്ഷത്തിൽ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ കെട്ടുറപ്പുള്ളതായിട്ട് മാറും. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞു. കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും എന്താ? പുറത്തു പോയി കഴിക്കുക. ഇപ്പം കൊറോണ വന്നപ്പോൾ അതും പറ്റാത്ത അവസ്ഥയാണ്. പുറത്തു പോയി കഴിക്കുക, പൈസ കൊടുത്തിട്ട് വാങ്ങി കഴിക്കുക. അപ്പം എല്ലാത്തിലും പൈസ കൊടുക്കുക, വാങ്ങുക, അല്ലെ? ഒരു കച്ചവട സംസ്കാരം എല്ലാം കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ അവരുടെ ഉള്ളിലേക്ക് ആ സംസ്കാരം പോവാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കൊടുത്ത് പഠിപ്പിച്ച ഓട്ടോമാറ്റിക്കലി അവരത് കഴിക്കുന്ന ശീലം വരും. അവരും വളരുമ്പോൾ സ്വയം ഉണ്ടാക്കാനും കൊടുക്കാനും, അതിൽ തന്നെയല്ലേ പരസ്പരമായ സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അതല്ലേ കാറ്ററിങ്ങിൽ ഓർഡർ കൊടുക്കുക, അല്ലേ, വാങ്ങുക, അതിപ്പോൾ ആർക്കാ ചെയ്യാൻ പറ്റാത്തേ? അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ നോക്കുക. നിങ്ങൾ എന്തായാലും ഇതിപ്പോൾ മണ്ഡലകാലമാണ്, മകരവിളക്ക് വരെയുള്ള സമയം, ഏകദേശം ഒരു മാസക്കാലം. ഒരു മാസത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു മാസം ഒരു ട്രയൽ നടത്തി നോക്കൂ. ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിലുള്ള ഭക്ഷണം കഴിച്ചു, എന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസും ചെയ്തുകൊണ്ടിരുന്നു. ഇനി അടുത്ത ഒരു മാസം നിങ്ങൾ സാത്വികമായൊരു ഭക്ഷണ ശൈലി, ഭക്ഷണം സാത്വികമാക്കിക്കൊണ്ട് എന്നിട്ട് മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഡെയിലി ഒബ്സർവ് ചെയ്യും. അവരവരെ നോക്കൂ. അവരവരുടെ ശരീരത്തിന് എന്താ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കണം, മനസ്സിന് എന്താ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കണം, ചിന്താധാരയിൽ എന്ത് മാറ്റം വരണു, എൻ്റെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം വരണു, എൻ്റെ സംസാര രീതിയിൽ എന്ത് മാറ്റം വരുന്നു, എല്ലാം സ്വയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഡെയിലി. നിങ്ങൾക്ക് ബെറ്ററാണെന്ന് തോന്നുന്നുവെങ്കിൽ, കൂടുതൽ ലാഭകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, ചേഞ്ച് ഉണ്ട്, മെഡിറ്റേഷനും ചെയ്തുകൊണ്ട് പോകും. സ്വന്തം ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഏത് കൂടുതൽ ഉത്തമം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുക്കും. രാജയോഗത്തിൽ ഭഗവാൻ നമ്മളോട് പറയണേ, ഒരു നല്ല രാജയോഗി ലൈഫ് സ്റ്റൈൽ, 100% ഒരു രാജയോഗി ജീവിത ശൈലി സമ്പൂർണ്ണ പ്രാപ്തി ഉണ്ടാക്കാൻ സാത്വികമായ ഭോജനം അവരവരുടെ വീടുകളിൽ പരമാത്മസ്മൃതിയിൽ സ്വയം ഉണ്ടാക്കൂ. സാത്വികമായ മനസ്സ്, അതേപോലെ സാത്വികമായ ശരീരം, ക്ലീയർ. ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തി. ഭഗവാന് സമർപ്പിച്ചിട്ട് ഉണ്ടാക്കുകയും കഴിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് സമ്പൂർണ്ണ പ്രഭുപ്രസാദമായി മാറും. അതുകൊണ്ട് രാജയോഗത്തിൽ നമ്മൾ സമ്പൂർണ്ണ പവിത്ര ഭോജനത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഉപയോഗിക്കില്ല. പരമാത്മ അങ്ങനെയുള്ള പ്രസാദം കഴിച്ച് നമുക്ക് ധ്യാനത്തിലൂടെ സമ്പൂർണ്ണ പ്രാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റൂ നോക്കൂ. മാറ്റം സ്വയം ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ ഒരു സാത്വികമായ ഭക്ഷണ രീതിയിലൂടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന സാത്വികത, ഫ്രഷ്നെസ്, രോഗങ്ങൾ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഭക്ഷണവും രോഗവും തമ്മിലുള്ള ബന്ധവും അറിയാം. എത്രത്തോളം നമ്മൾ സാത്വികമായ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നു, പലതരത്തിലുള്ള അപകടകരമായ രോഗങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു സാത്വിക ഭക്ഷണ രീതി നമ്മളെ വളരെയധികം സഹായിക്കും. മാത്രമല്ല, ബാക്കി ജീവജാലങ്ങളെല്ലാം നോക്കൂ.
അത് മൃഗങ്ങളാണെങ്കിലും മത്സ്യങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും ജീവികളോടെല്ലാം നമുക്കൊരു അനുകമ്പ ഉണ്ടെങ്കിൽ തന്നെ, മത്സ്യങ്ങൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതും മൃഗങ്ങൾ അവരുടെ സുന്ദര വിഹാരം നടത്തി അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അവയോടൊക്കെ നമുക്കൊരു അനുകമ്പ ഉണ്ടെങ്കിൽ തന്നെ ആ ജീവികളെ നമുക്ക് ഭക്ഷണമാക്കാൻ തോന്നില്ലല്ലോ. അതൊരു അനുകമ്പയല്ലേ. ഒരു മാനിനെ വേറെ ഒന്നും വേണ്ട, സിമ്പിൾ നോക്കൂ. ഒരു മാൻ ഒരു മൃഗമാണ്. അതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിനെ നമ്മൾ കൊന്നിട്ട് മാനിറച്ചിയായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുമോ? അതൊരു മാനവനിൽ ഉണ്ടാവില്ലേ. പക്ഷെ മാനവ മനസ്സുകൾ മൃഗീയമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്കത് സന്തോഷം തരുന്നതായിട്ട് മാറാണ്. നമുക്കിപ്പോൾ മാനവികതയിലേക്ക് തിരിച്ചു വരണം. മാനവികത എന്താണ്? സ്നേഹം, കരുണ, അനുകമ്പ, അല്ലേ? ഇതെല്ലാം മാനവികതയാണ്. ഒരു നല്ല മാനവനായിട്ട് നമുക്ക് മാറണം. പിന്നെ നമ്മുടെ ഉദരം, നമ്മുടെ വയറ്, ഇതിനെ ശ്മശാനാക്കാതിരിക്കുക. ചത്തതിനെയും കൊന്നതിനെയും കൊണ്ടിടുന്ന ഒരു ശ്മശാന ഭൂമിയാക്കി നമ്മുടെ ഉദരത്തെ മാറ്റാതിരിക്കുക. ഭഗവാന് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് ആ ഒരു സംസ്കാരം നമ്മുടെ ഭാരതീയമായ കൾച്ചറിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിഞ്ഞൂടെ, പഴയ തറവാട് വീടുകളിലൊക്കെ നിവേദ്യം സമർപ്പിക്കാതെ കഴിക്കില്ല, ഭക്ഷണം കൊടുക്കില്ല. ഇന്നും പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കി സമർപ്പിക്കാതെ ഭക്ഷണം കഴിക്കാറില്ല ആരും. അപ്പൊ സമർപ്പിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തേ ഉണ്ടാക്കുള്ളൂ? സമർപ്പിക്കാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. സമർപ്പിക്കാൻ പറ്റുന്നത് എന്താണ്? തമോ ഗുണി ആഹാര സാധനങ്ങളൊന്നും സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ ഏതൊന്ന് പ്രഭുവിന് സമർപ്പിക്കാൻ പറ്റുന്നതാണോ അതേ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും യോജിച്ചതെന്നർത്ഥം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിവേദ്യം സമർപ്പിച്ച് ആ ഒരു പ്രഭു പ്രസാദ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രഭുവിന് ശ്രീകോവിലിൽ സമർപ്പിക്കാൻ പറ്റുന്നത് തന്നെയായിരിക്കണം നിങ്ങളും വീടുകളിൽ ഉണ്ടാക്കേണ്ടത്, കഴിക്കേണ്ടത്. കാരണം ഈ ശ്രീകോവിലിനുള്ളിൽ ഒരു മൂർത്തി ഇരിപ്പുണ്ട്. അത് ആ പ്രഭുവിൻ്റെ സന്താനമാണ്, പരമാത്മ സന്താനമാണ്. പ്രഭുവിന് സമർപ്പിക്കുന്നതേ ഈ ആത്മാവിനും, ഈ ആത്മാവിരിക്കുന്ന ഈ ക്ഷേത്രം, ശരീരം, ഇതൊരു ക്ഷേത്രമാണ്, ഇതൊരു മൂർത്തിയാണ്, അല്ലേ? അപ്പൊ ഈ മൂർത്തിക്കും ഈ ക്ഷേത്രത്തിനും അനുകൂലമായ ഒരു ഭക്ഷണ സംസ്കാരം, അത് കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം. ആഹാരം മാത്രമല്ല, പാനീയങ്ങളിലും ശ്രദ്ധിക്കുക. ഭഗവാന് കൊണ്ടുപോയി നെയ്യഭിഷേകവും പാലഭിഷേകവും ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കൊടുക്കണേ? ഇവിടെ എന്താ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്? ആലോചിക്കുക. എന്തായാലും വ്രതകാലഘട്ടമല്ലേ, അപ്പം നമുക്കെല്ലാവർക്കും ചേർന്ന് നല്ലൊരു തീരുമാനം, ജീവിതത്തിലൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു സാത്വിക ചേഞ്ച്. കാരണം പുതിയ വർഷവും വരാൻ പോവല്ലേ, 2022 ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ നല്ല ന്യൂ ഇയർ റെസൊല്യൂഷൻ, പുതുവർഷ പ്രതിജ്ഞകൾ എടുക്കാറുണ്ട്. സ്വയം ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു, നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു പരീക്ഷണാർത്ഥം ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ. ഒരു സാത്വിക ഭക്ഷണ സംസ്കാരം, ഊർജമടങ്ങിയ ഭക്ഷണം കഴിച്ചു നോക്കൂ. പ്രകൃതി മാതാവ് നൽകുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ ഒരു ശ്രേഷ്ഠ സംസ്കാരം നമുക്ക് നമ്മുടെ ജീവിതശൈലിയാക്കി നോക്കാം. എന്നിട്ട് മനസ്സിനുണ്ടാകുന്ന മാറ്റം, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റം, രോഗങ്ങൾ, ഓൾറെഡി ഉള്ള രോഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതെല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് തീരുമാനമെടുത്തത് ജീവിതശൈലിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ജീവിതവ്രതമാക്കും. ഓം ശാന്തി.
നമുക്ക് നാളത്തേക്ക് വ്രതം എന്തെടുക്കണം? തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം നിങ്ങൾ സാത്വിക ഭക്ഷണം ഉണ്ടാക്കും. ഈ ഒരാഴ്ചയെങ്കിലും, മിനിമം 1 വീക്ക് സാത്വിക മനസ്സോടെ ഉണ്ടാക്കും. കഴിയുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കുളിച്ചിട്ടുണ്ടാക്കി നോക്കും. ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ ഉണ്ടാക്കും, കൊടുക്കുമ്പോൾ ഭഗവാന്റെ മക്കൾക്കായി കൊടുക്കും. നമ്മൾ കഴിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്താണ്? ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ച് ഉണ്ടാക്കി തന്നവർക്കും അല്ലെ, ഉണ്ടാക്കാനായി പൈസ അധ്വാനിച്ച് കൊണ്ടുവന്നവർക്കും, നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങളെല്ലാം എത്തിച്ചു തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈശ്വര സ്മൃതിയിൽ കഴിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു പഴം വാങ്ങി കഴിക്കുകയാണെങ്കിൽ വെറുതെ പഴം വാങ്ങി തോലുരിച്ച് അങ്ങനെ കഴിക്കരുത്. എന്ത് ചെയ്യുക? പഴം വാങ്ങി അത് നമ്മുടെ വയറ്റിൽ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷ നേരമെങ്കിലും അത് ഭഗവാനെ സമർപ്പിക്കും മനസ്സുകൊണ്ട്. അതിലേക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കും. ഇത് ഈശ്വരൻ എനിക്ക് നൽകുന്ന പ്രസാദമാണ് എന്ന ഒരു ശുഭസങ്കല്പമെങ്കിലും മനസ്സിൽ കൊണ്ടുവരും. ആ സങ്കല്പത്തിൽ ശക്തിയുണ്ട്, അതാണെന്ന് അറിയണം. ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ആ സങ്കല്പത്തിൽ കുടിക്കുക. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ 5 ഗ്ലാസ് എന്താകും? തീർത്ഥജലമായി മാറും. അത് ചായ കുടിച്ചാലും കോഫി കുടിച്ചാലും പാല് കുടിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. അതിലൂടെ തന്നെ വളരെയധികം ഊർജം, ശക്തി, അത് തന്നെ ഒരു മെഡിറ്റേഷനാണ്, കഴിക്കുന്നതും കുടിക്കുന്നതും. അപ്പം ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ മുതലൊരു ശീലമാക്കും. ഓർമ്മയിലിരുന്ന് കഴിക്കണം, ഓർമ്മയിൽ കൊടുക്കണം, ഓർമ്മയിൽ ഉണ്ടാക്കണം. എന്നിട്ട് നാളെ വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയും. പ്രസാദം ഉണ്ടാക്കണം. അമ്മമാർ നിറയെ പേരുണ്ടല്ലോ, എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നവരല്ലേ? അതോ ഭക്ഷണം ഉണ്ടാക്കാനും വീട്ടിലാരെങ്കിലും ജോലിക്കാരെ വെച്ചിട്ടുണ്ടോ? ദയവേത് എല്ലാവരോടുമുള്ള അപേക്ഷയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾ സ്വന്തം കൈ കൊണ്ട് ചെയ്യും. ബാക്കി കാര്യങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി തിരക്കുണ്ടെങ്കിൽ മറ്റ് ഹെൽപ്പുകൾക്കാരെങ്കിലും, ക്ലീനിങ്ങുകൾക്കൊക്കെ മറ്റാരെങ്കിലും വെക്കുന്നെങ്കിലും കുക്കിംഗ് ഇതുവരെ കൈകാൽ ആവതുണ്ടോ? സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ ഉണ്ടാക്കൂ, സ്നേഹത്തോടെ കൊടുക്കൂ, സ്നേഹത്തോടെ കഴിക്കൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ ചെയ്യാം.